2009 ശേഷമുള്ള ഏറ്റവും വലിയ അക്രമമാണ് ഇസ്രയേൽ പലസ്തീനെതിരെ ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് പുലർച്ചെ ഇസ്രയേൽ ഗാസ നഗരത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി. വിദേശ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് അക്രമത്തിൽ പരിക്കേറ്റതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു കുട്ടിയുൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ബുധനാഴ്ചക്കകം 950 തവണയാണ് ഇസ്രയേൽ പലസ്തീനു നേരെ വ്യോമാക്രമണം നടത്തിയത്. 50 പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 500ഓളം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. അതിനിടെ വ്യോമ നാവികസേന ആക്രമണത്തിന് പിന്നാലെ കരയുദ്ധം നടത്താനുള്ള നീക്കം ഇസ്രയേൽ ശക്തമാക്കി. 75,000 സൈനികരെ അതിർത്തിയിൽ ഇസ്രയേൽ വിന്യസിച്ചത് ഇതിനു മുന്നോടിയായിട്ടാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഹമാസിന് പിന്തുണയുമായി ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ രംഗത്തെത്തിയത് ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. വിപ്ലവത്തെ തുടർന്ന് വിവിധ അറബ് രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സർക്കാരുകൾ പലസ്തീന് പിന്തുണ നൽകുന്നതും ഇസ്രയേലിന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിപ്പിക്കുമെന്നാണ് സൂചന. എന്നാൽ പതിവ് പോലെ ഇത്തവണയും ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടാണ് അമേരിക്ക കൈക്കൊണ്ടത്. അതിനിടെ ഈജിപ്ത് പ്രതിനിധികൾ ഇന്നലെയും ഗാസയിൽ ഹമാസ് നേതാക്കളുമായി ചർച്ച നടത്തി. ഇസ്രയേൽ അക്രമം അവസാനിപ്പിക്കാതെ ഏകപക്ഷീയമായ വെടിനിർത്തലിന് തയ്യാറാകേണ്ടതില്ലെന്നാണ് ഹമാസിന്റെ തീരുമാനമെന്നാണ് സൂചന. ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹമാസിനെതിരെ അക്രമം ശക്തമാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രമമാണ് ഇപ്പോഴത്തെ അക്രമത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രയേൽ അതിക്രമങ്ങൾക്കെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്. ജക്കാർത്തയിൽ നടന്ന ഇസ്രയേൽ വിരുദ്ധ പ്രകടനത്തിൽ 10,000-ഓളം പേർ പങ്കെടുത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.